കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് നഴ്സ് മരിച്ച സംഭവത്തിൽ ഹോട്ടലിൽ നിന്ന് കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. പോലീസിനെതിരെ മരിച്ച രശ്മിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. എഫ്ഐആറിൽ ഭക്ഷ്യവിഷബാധയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്നുള്ള അവശത എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും സഹോദരൻ വിഷ്ണുരാജ് പറഞ്ഞു. ഭക്ഷ്യവിഷബാധയെന്ന് സ്ഥിരീകരിക്കാൻ രാസപരിശോധനാ ഫലം വരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ചേച്ചിക്ക് ഈ ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. ശാരീരിക അസ്വസ്ഥതകൾ മൂലം വയറ്റുവേദനയും കാര്യങ്ങളൊക്കെ മൂലം ആശുപത്രി അഡ്മിറ്റ് ആയെന്നാണ്. ഈ ഒരു കാര്യം എഴുതിയിട്ടില്ല. ഇങ്ങനെ അവർ എഴുതിയിരിക്കുന്നത്. നമ്മളവിടെ കാര്യങ്ങൾ ഇന്നലെയും സ്റ്റേഷനിൽ ചെന്നപ്പോഴൊക്കെ ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. എന്നെ ഇവരോടും പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വെച്ചും പറഞ്ഞാണ്, ഡോക്ടർമാരോട് എല്ലാവരോടും പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എവിടെ കഴിച്ച എന്നാ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് നമ്മൾ പോലീസുകാരോട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഈ മീഡിയ വരുന്ന പോലെ ഒന്നും നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ എവിഡൻസ് എവിടെ നിന്നാണ് കഴിച്ചെന്നുള്ള ഒരു എവിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ചേച്ചി അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടായിട്ടുള്ള അതിൻ്റെ തെളിവോ കാര്യങ്ങളൊന്നും ഫോണിലും ഇല്ല, ഒന്നുമില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളതൊക്കെ ശാരീരിക വയറിളക്കവും ഛർദിലുമായിട്ടാണ് അഡ്മിറ്റ് ആക്കി എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിട്ടുള്ളൂ. കാരണം ഈ സംഭവം എഴുതിയിട്ടില്ല, എഴുതിയിട്ടില്ല. ഇല്ല, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. കോട്ടയം സംക്രാന്തിയിലെ മലപ്പുറം കുഴിമന്തി എന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ളതായിരുന്നു അന്നത് ഉയർന്നു വന്ന ആരോപണം. പ്രധാനമായും ഈ ഹോട്ടലിനെതിരെ അടക്കം നടപടി സ്വീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് സൂപ്പർവൈസർ സാനുവിനെ സസ്പെൻഡ് ചെയ്യാനും നഗരസഭ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. നഗരസഭയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഹോട്ടൽ വീണ്ടും പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് സാനുവാണ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സാനുവിനെ സസ്പെൻഡ് ചെയ്തത്. എന്തായാലും ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ മരിച്ച കുട്ടിയുടെ സഹോദരൻ പറയുന്നതും പോലീസിന്റെ വെർഷനും എന്താണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു സ്ഥിതി? ഏത് ഹോട്ടലിൽ നിന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ, അതോ ഈ വീട്ടുകാർക്ക് തന്നെ ഏത് ഹോട്ടൽ എന്നാണ് സംശയമുണ്ട്? എന്താണത് കൃത്യമായി മനസ്സിലായില്ല. ഒന്ന് ആശുപത്രി ഹോസ്റ്റലിൽ നിന്നാണ് രശ്മി ഭക്ഷണം ഓർഡർ ചെയ്ത് വാങ്ങിക്കഴിച്ചത് എന്നാണ് വീട്ടുകാരോട് പറഞ്ഞത്. പക്ഷേ ഈ മൊബൈലിൽ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഓൺലൈൻ വഴി ഈ ഭക്ഷണം വാങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പോലീസിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി. രണ്ട്, ഈ മരണം സംഭവിച്ചെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടത്തിലടക്കം ഒരു അണുബാധ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷമാണ് മരണത്തിന് കാരണം എന്ന നിലയിൽ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത് രാസപരിശോധന ഫലം പുറത്തു വരേണ്ടതുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്. അത് വരാത്തതുകൊണ്ട് പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ഡോക്ടർമാരുടെ അടക്കം ഒപ്പീനിയൻ എടുത്തെങ്കിലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഈ ഒരു സാങ്കേതിക പ്രശ്നമാണ് ഇപ്പോൾ വീട്ടുകാരുടെ ഒരു ആശങ്കയ്ക്കും കാരണമായിരിക്കുന്നത്. എഫ്ഐആറിലടക്കം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല, ഭക്ഷ്യവിഷബാധ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഹോട്ടൽ കണ്ടുപിടിക്കാനുള്ള നടപടി മൊബൈൽ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെയൊക്കെ മൊഴിയെടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെയും ഏത് ഹോട്ടൽ എന്ന് കണ്ടെത്താൻ കഴിയാത്തത് സ്വാഭാവികമായും ഭാവിയിൽ കോടതിയിലേക്ക് പോകുമ്പോൾ അടക്കം ഇതിനടക്കം കൃത്യമായ തെളിവുകൾ വേണ്ടതുണ്ട്. ഏത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പോലീസ് അക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നത്. ഇപ്പോഴും ഒരു വ്യക്തത അതിൽ വന്നിട്ടില്ല. ശ്രീത്തിലേക്ക് മടങ്ങി വരാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിൽ തത്സമയം പൂർണ്ണമായ പിന്തുണയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. വൈകാതെ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇവർ രണ്ടാളുകളും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറയും. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭക്ഷ്യസുരക്ഷ കൈകാര്യം ചെയ്യുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. എങ്കിലും കോട്ടയം നഗരസഭയിലെ ഹെൽത്ത് വിഭാഗത്തിൽ ലഭിച്ച പരാതിയെ തുടർന്ന് ഹെൽത്ത് സൂപ്പർവൈസറിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും പരിശോധനയിൽ 8 കാര്യങ്ങൾ അവർക്ക് 8 ന്യൂനതകൾ അവർ കണ്ടെത്തുകയും ചെയ്തു. ആ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി കോട്ടയം നഗരസഭയിൽ നിന്നും അതിൻ്റെ ഓണറിന് ഉത്തരവ് കൊടുത്തു. അതിനുശേഷം അവരത് പരിശോധിക്കുകയും നഗരസഭയിലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവർ ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് വീണ്ടും ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ 2 കിച്ചണുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ആ 2 കിച്ചണുകളും കൂടി ഒന്നാക്കണം എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും അത് ചെയ്തിരുന്നില്ല. അത് ഉടമസ്ഥനെ അറിയിച്ചതിനെ തുടർന്ന് 10 ദിവസത്തിനുള്ളിൽ അത് ചെയ്തു കൊള്ളാം എന്നവരെ അറിയിച്ചു.
അതിനാൽ മാത്രമാണ് ഹെൽത്ത് സൂപ്പർവൈസർ സെക്രട്ടറിയുടെ ഉത്തരവിനായിട്ട് സമർപ്പിക്കുകയും നിയമപരമായി ഉള്ള പിഴത്തുക അടച്ചുകൊണ്ട് ഉത്തരവ് നൽകുകയും ചെയ്തു. എന്നാൽ 10 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് തുടർ നടപടി സ്വീകരിക്കുന്നതിനാൽ മാത്രമാണ് ഹെൽത്ത് സൂപ്പർവൈസർക്ക് വീണ്ടും നമ്മൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിന് തീരുമാനിച്ചത്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംബന്ധിച്ച വിശദീകരണമാണ് കോട്ടയത്ത് നിന്ന് വന്നത്. നമുക്ക് ശ്രീജിത്തിലേക്ക് തന്നെ. ശ്രീജിത്ത്, ഈ നഗരസഭാ അധികൃതർ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ വല്ലാതെ പ്രതിരോധത്തിലാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ തിരുവഞ്ചൂർ കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്? തീർച്ചയായും ഇത്രയും വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമായി ഇത് വളർന്ന സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് കീഴിലുള്ള ഹോട്ടലിലാണ്, അല്ലെങ്കിൽ അവരുടെ പരിശോധിക്കേണ്ട ഹോട്ടലിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഡിവൈഎഫ്ഐ അടക്കം ഈ ഹോട്ടൽ അടിച്ച് തകർക്കാനുള്ള ഒരു സാഹചര്യവും അതുതന്നെയാണ്. പക്ഷേ UDF-ഉം കോൺഗ്രസും അവരുടെ വിശദീകരണവുമായി രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിന്റെ കാര്യം നോക്കേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെയാണ്. ഹോട്ടലിന്റെ മറ്റ് പ്രശ്നങ്ങൾ, ഹോട്ടലിൽ ശുചിത്വമുണ്ടോ, അത്തരം കാര്യങ്ങൾ, ഹോട്ടൽ ലൈസൻസ് ഒക്കെ നഗരസഭ നൽകിയാൽ പോലും ഈ ഭക്ഷണത്തിലെ മായമടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. ആ ഒരു മറു ആരോപണമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അത് അടക്കം വിശദീകരിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടത് സംഘടനാ നേതാവിനെയാണ്, അവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അതിനെതിരെ ആ സംഘടനയും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിലൊരു രാഷ്ട്രീയം കൂടി ഉരുത്തിരിയുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. UDF-ഉം LDF-ഉം BJP-യും ഒക്കെ ഈ വിഷയത്തിലെ രാഷ്ട്രീയം കൂടി തുറന്നു കാട്ടിക്കൊണ്ട് ഒരു സമരത്തിനടക്കം രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത്. കിരൺ, ശരി. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി. റെയ്ഡിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടു. 58 ഹോട്ടലുകളാണ് നിയമലംഘനം കണ്ടെത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ ചന്ദരൂരിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ടുപോയ ടാങ്കർ ലോറിയിൽ നിന്ന് ചോർച്ചയുണ്ടായി. അഗ്നി രക്ഷാ സേനയെത്തി അതിൽ വെള്ളം പമ്പ് ചെയ്താണ് തൽക്കാലം അത് ചോർച്ച അടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹത്തിനാണ് ചേരുന്നത്. ശരണ്യ, എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? കിരണ, അപകടകരമായ സാഹചര്യം ഒന്നുമില്ല. ഇന്ന് രാവിലെ 10:45 കൂടിയാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ടുവന്ന ടാങ്കർ ലോറിക്ക് ചേർത്തല ഭാഗത്ത് വെച്ച്, അരൂർ ഭാഗത്ത് വെച്ച് ചോർച്ച ഉണ്ടായത്. KMML-ലേക്ക് പോയ ലോറിയാണ്. TCL നിന്നും KMML-ലേക്ക് കൊണ്ടുപോയ ലോറിയിലാണ് ചോർച്ച ഉണ്ടായതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തുടർന്ന് ദേശീയപാതയിൽ നിന്നും ലോറി മറ്റൊരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് ഇപ്പോൾ പോലീസും അഗ്നിശമന സേനയും ചേർന്ന് മാറ്റിയിട്ടുണ്ട്. അരൂർ ചന്ദ്രൂർ റോഡിൽ ഒരു ലൈനിലൂടെ മാത്രമാണ് ഗതാഗതം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അഗ്നിശമന സേന വെള്ളം പമ്പ് ചെയ്ത് റോഡിലുള്ള ആസിഡൊക്കെ നീക്കം ചെയ്യുകയാണ്. എന്തായാലും ആ പ്രദേശത്ത് രൂക്ഷ ഗന്ധമാണ് ഇപ്പോൾ ഉള്ളത്. അപകടകരമായ സാഹചര്യം ഇല്ല എന്ന് പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലൂടെയൊക്കെ വരുന്നു. CI PR സുനുവിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. ആ കേസ് തന്നെ വ്യാജമാണ്. പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായതെന്നും പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെ ഇന്ന് DGP-യുടെ മുന്നിൽ ഹാജരായിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു കേരള പോലീസ് നിന്നിരുന്നത്. അന്നേരമാണ് അദ്ദേഹം ചികിത്സാ ആവശ്യത്തിന് വേണ്ടി തനിക്ക് അവധി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഡാനി, ഇതൊരു വളരെ സുപ്രധാനമായ റിപ്പോർട്ടാണല്ലോ. ഇദ്ദേഹത്തെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് പോലീസ് ആസ്ഥാനം കടന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സുനുവിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ പരാതി നൽകിയ യുവതിയിൽ നിന്നടക്കം മൊഴി എടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. യുവതി പറഞ്ഞിരുന്നത്, ആദ്യഘട്ട പരാതിയിൽ പറഞ്ഞിരുന്നത് തന്നെ ഭർത്താവ് മറ്റൊരു കേസിൽ പ്രതിയാണ്, ഈ കേസിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാമെന്ന സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് തൃക്കാക്കര സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ് സുനു സ്വയം പരിചയപ്പെടുത്തിയത്. സുനു തനിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് സമീപിക്കുകയായിരുന്നു. പിന്നീട്
കൊച്ചിയിലെ 2 ഇടങ്ങളിൽ വെച്ച്, തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ കടവന്ത്രയിലെ 2 വീടുകളിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുകയായിരുന്നു. അത് കൂട്ടബലാത്സംഗമായിരുന്നു. സുനുവും മറ്റു സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നതെല്ലാമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത്. സുനുവിനെതിരെ നിലവിൽ നിരവധി ക്രിമിനൽ കേസുകളും വകുപ്പ് തല നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 15ഓളം വകുപ്പ് തല നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. അപ്പോൾ ഇത്തരം ട്രാക്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഇദ്ദേഹത്തോട് ഈ ബലാത്സംഗ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഇദ്ദേഹം സസ്പെൻഷനിലേക്ക് പോയതിനു ശേഷം ഇദ്ദേഹത്തോട് ഹാജരാകാനായിട്ട് DGP മുൻപാകെ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുന്നോടിയായുള്ളൊരു നടപടി, നേരിട്ട് വിശദീകരണം കേൾക്കലാണ് ആ പോലീസ് മേധാവി ചെയ്യുന്നതെന്ന് അടക്കമുള്ള സൂചനകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് തികച്ചും നാടകീയമായിട്ട് കൊണ്ട് ഇപ്പോൾ തൃക്കാക്കര ACPയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് മുൻപാകെ വരുന്നത്, DGPക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സുനു ഹാജരാകുന്നില്ല. തനിക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് അദ്ദേഹം വിടുതൽ വാങ്ങിയിരുന്നു. അതിനു മുൻപായിട്ട് തന്നെ ഈ ACPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതിൽ പറയുന്നത് ഈ യുവതി തന്റെ ഭർത്താവിന്റെ പ്രേരണയാലാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ കേസിൽ സുനുവിനെതിരെ മറ്റ് തെളിവുകളില്ല എന്നാണ് പോലീസിന്റെ ഒരു ഭാഗത്ത് അന്വേഷണം കണ്ടെത്തിയിരുന്നത്. അത് സാധൂകരിക്കുന്ന രീതിയിൽ യുവതി മൊഴി നൽകിയിരിക്കുന്നു. ആ മൊഴിയും ഈ റിപ്പോർട്ടിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സുനുവിന് പൂർണ്ണമായും തന്നെ ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ തൃക്കാക്കര ACP DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ ബലാത്സംഗ കേസാണ് ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഗുരുതരമായ ഒരു കുറ്റവും ആരോപണമല്ല എന്ന് പറയുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായും ഏതാണ്ട് വിടുതൽ നൽകുന്നത് തന്നെയാണ് ഇപ്പോൾ ACPയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് DGPക്ക് കൈമാറിയിരിക്കുകയും ചെയ്യുന്നത്. കിരൺ, ഡാനി, ഇത് മാത്രമല്ല മറ്റു പല കേസുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഈ കേസിൽ ഇങ്ങനെ ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു എന്നുള്ളത് ഇനി തുടർ നടപടികളിലേക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വരുന്ന തുടർ നടപടികളെ കൂടി തടയുന്നതല്ലേ? തീർച്ചയായും കിരൺ, ഒരു സംശയവുമില്ല അതിൽ. കാരണം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏതാണ്ട് 9ഓളം ക്രിമിനൽ കേസുകളിലും അതോടൊപ്പം തന്നെ 15 വകുപ്പ് തല നടപടികളും നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുനു. അത്തരമൊരു ട്രാക്ക് റെക്കോർഡ് കൂടിയുണ്ട്. അതിലാണ് ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റമെന്ന രീതിയിൽ തന്നെ ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിലേക്ക് വരുന്നത്, ആ പരാതി വരുന്നത്. അത് അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. പോലീസ് സേനയ്ക്ക് തന്നെ അപമാനം വരുത്തുന്ന രീതിയിലുള്ളതാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിലുള്ളൊരു നടപടിയിലേക്ക് DGP എത്തുകയും വളരെ അടിയന്തരമായിട്ട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കേസിൽ ഈ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ACPയുടെ അടക്കം റിപ്പോർട്ട് ഉണ്ടാവുന്നത്. ഇത് ഒരു സംശയവുമില്ല, ഇത് ഇദ്ദേഹത്തിന് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഇത് ആ രീതിയിലേക്കാണ് റിപ്പോർട്ടുള്ളത്. കിരൺ, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യുവ സംവിധായിക നയന സൂര്യന്റെ ദുരൂഹ മരണത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത്. നയനയുടെ മുറി അകത്തു നിന്ന് പൂട്ടിയിരുന്നുവെന്ന് ഉറപ്പില്ലെന്ന് മൃതദേഹം കണ്ടെത്തിയ ദിവസം വീട്ടിലെത്തിയ സുഹൃത്ത് മെറിൻ ന്യൂസ് 18 പറഞ്ഞു. സ്വയം ശരീരത്തെ പീഡിപ്പിച്ച് നയന മരിക്കുമെന്ന് കരുതുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് വിചിത്രമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടാൽ ആർക്കും മരണത്തിലെ ദുരൂഹത വ്യക്തമാകും. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല എന്നുള്ള ചോദ്യം കൂടി മെറിൻ ഉന്നയിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾ എങ്ങനെയാണ് ഇത് ഡോർ തുറന്ന് കാണുന്നത്? റൂമിൻ്റെ അവിടെ എത്തി ഞാനത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിൽ എനിക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അത് മുകളിൽ കുറ്റിയിട്ടേക്കുന്നു, സ്റ്റക്കായിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ അകത്ത് ഭയങ്കര ഇരുട്ടാണ്. അപ്പം പോലീസിനെ ഞങ്ങൾ വിളിച്ചു. പോലീസ് നിങ്ങൾ തുറന്നോളാൻ പറഞ്ഞു, ശക്തി പ്രയോഗിച്ച് തുറന്നോളാൻ പറഞ്ഞു. തുറന്നു കഴിഞ്ഞ് ഞാൻ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആള് എന്താ പറയുക കിടക്കുകയാണ്, പാ വിരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വരുന്ന സംശയം അത് കുറ്റിയിട്ടിരുന്നോ ഇല്ല എന്നുള്ളത് ആ സമയത്ത് നോക്കാൻ പറ്റിയില്ല. ഇല്ല, കാര്യം നമുക്കിത് തുറക്കുക, അവിടെ ആളുണ്ടോന്ന് അറിയുക, എന്തായാലും ആരോ അകത്തുണ്ടെന്ന് മനസ്സിലായി. കാരണം എന്താ പറയാ, അത് അകത്ത് ലോക്ക്ഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം തുറന്നു കഴിഞ്ഞ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അവിടെ പായൊക്കെ വിരിച്ച്. കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാരാണല്ലോ, പയ്യന്മാരാണ് തള്ളിയെടുക്കുന്നത്. അന്നേരം ഒരുപാട് പ്രസ് ചെയ്യേണ്ടി വന്നു. ഒരു 3 തവണയെങ്കിലും ഞങ്ങൾക്ക് അവർക്ക് പ്രഷർ കൊടുക്കേണ്ടി വന്നു. ഞാൻ മാറി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഹൗസ് ഓണറുണ്ട്. ആ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കൂടി നിൽക്കുന്ന കണ്ടേച്ചും അവരും പുള്ളിയും വന്നു. പിന്നെ എൻ്റെ മോള് താഴെ കാറിൽ കിടന്ന് ഉറങ്ങുന്നു. ഇത്രയും പേരൊക്കെ അവിടെ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും ഉണ്ട്. അപ്പം ഒരു 3 തവണയെങ്കിലും തള്ളിയിട്ടാണ് അത് തുറന്നു വന്നത്. തുറന്ന ഉടനെ തന്നെ നമ്മൾ കൊച്ചിനും അങ്ങനെ കിടക്കുന്ന കണ്ടു, ചെരിഞ്ഞു കിടക്കുകയാണ്. അപ്പം എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഉടനെ തന്നെ നമ്മൾ വാരിയെടുത്ത് 2 പയ്യന്മാര് അവർ വാരിയെടുത്ത് ഞങ്ങളുടെ ആ ഫ്രണ്ടിന്റെ കാറിൽ വെച്ച് ഞങ്ങളങ്ങ്
മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. ഈ കഴുത്തിൽ തുണി ചുറ്റിയ നിലയിലായിരുന്നു ബെഡ്ഷീറ്റ്. അതെ അതെ, കഴുത്തിലെന്നല്ല, മൊത്തത്തിൽ നമ്മളൊരു തുണി ഇങ്ങനെ കഴുത്തിലും കൈ ഇങ്ങനെ മൊത്തത്തിലൊന്നും ഇങ്ങനെ നമ്മളിപ്പം കിടന്നു കഴിഞ്ഞാൽ ഉരുണ്ടിട്ടുണ്ടെങ്കിൽ ചുറ്റി കിടക്കുമല്ലോ, വളരെ ലൂസ്ലി. ഇറ്റ് വാസ് നോട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള നോട്ടോ ഒന്നുമല്ല, ലൂസ്ലി. യെസ്, കഴുത്തിന്റെ ചുറ്റും തുണിയുണ്ട്. അത് ഞാൻ പോലീസിനോട് പറയുകയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ അതെല്ലാം അങ്ങോട്ട് എടുത്തിട്ട് പുതച്ച് കിടക്കുന്ന പോലൊക്കെ തന്നെയാണ് തോന്നിയത്. പക്ഷെ എന്താ പറയുക, ചുരുട്ടിക്കൂട്ടിയ ഒരു തുണി അത് പക്ഷെ അവളുടെ ദേഹത്ത് തന്നെയായിരുന്നു. പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുക ചെയ്തു. കഴുത്തിൽ മുറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിങ്ങൾ ബോഡി എടുക്കുമ്പോൾ എന്തെങ്കിലും മുറിവ് കണ്ടില്ല? അതൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. കഴുത്തിന്റെ മുറിവും കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നേരെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇറ്റ് വാസ് ബ്രോഡ് ഡെഡ്. ഒരു മരണം നടന്നിട്ടൊരു 6-7 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. കോഴിക്കോട് നിന്നും ഇനി കലോത്സവത്തിന്റെ വാർത്തകൾ വരാനുണ്ട്. അതോടൊപ്പം തന്നെ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ വാർത്തകൾ, ഗവർണർ സർക്കാർ പോര്. എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. തടസ്സങ്ങളില്ലാതെ ന്യൂസ് 18 യൂട്യൂബിൽ വാർത്തകൾ തുടരുന്നു. ഗവർണർ സർക്കാർ പോരിൽ താൽക്കാലിക വെടിനിർത്തലെന്ന് സൂചന. ബജറ്റ് സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാവും ആരംഭിക്കുക. നിയമസഭാ സമ്മേളനം പിരിഞ്ഞതായി സർക്കാർ ഗവർണറെ അറിയിക്കും. നാളെ മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നത് ചർച്ച ചെയ്യും. നിർണായക തീരുമാനത്തിന് മുമ്പ് മുഖ്യമന്ത്രി CPI അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായും ചർച്ച നടത്തിയിരുന്നു. സജിയുടെ രണ്ടാം വരവ്. സജി ചെറിയാൻ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് ചടങ്ങ് നടക്കുന്നത്. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. BJP പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭരണഘടനാ ദിനമായി ആചരിക്കാനാണ് തീരുമാനം. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന സിനിമ, സാംസ്കാരിക വകുപ്പുകൾ തന്നെ സജി ചെറിയാന് ലഭിക്കും. ഫിഷറീസ് വകുപ്പും ലഭിച്ചേക്കുമെന്ന് തന്നെയാണ് സൂചന. ഇതോടെ VN വാസവൻ, V അബ്ദുൾ റഹ്മാൻ തുടങ്ങിയ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകും. സജി ചെറിയാനെതിരായ കേസ് തീർപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടുള്ള തടസ്സ ഹർജി തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ കേസ് തീർപ്പാക്കരുതെന്നാണ് ആവശ്യം. കേസിലെ പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയലാണ് തടസ്സ ഹർജി നൽകിയത്. PFI സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിക്ക് റവന്യൂ വകുപ്പിന്റെ സഹായം ഉറപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം. സെപ്റ്റംബർ 23 അക്രമക്കേസുകൾ പ്രതിപ്പട്ടികയിൽ ചേർക്കപ്പെട്ട 3785 പേരുടെ വിശദവിവരങ്ങൾ കൈമാറാനും നിർദ്ദേശമുണ്ട്. സ്വത്ത് കണ്ടുകെട്ടൽ നടപടിക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കണം. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് DGPയുടെ ഓഫീസിലേക്ക് കോൺഫിഡൻഷ്യൽ ഫയൽ കൈമാറിയത്. നടപടികൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ സംസ്ഥാന പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയേക്കെന്നും സൂചനയുണ്ട്. മറ്റൊരു വാർത്ത, ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് കേസ് ഡയറി ഹാജരാക്കിയില്ല. വെഞ്ഞാറമൂട് പോലീസിനോടാണ് കേസ് ഡയറി ആവശ്യപ്പെട്ടത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 9ലേക്ക് മാറ്റി. ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിലെ 3ാം പ്രതി ലൈലയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് ഹർജി തള്ളിയത്. തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണിതെന്നും താൻ ഈ കേസിൽ കാഴ്ചക്കാരി മാത്രമാണെന്നുമാണ് ലൈല ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. എയർ ഇന്ത്യ വിമാനത്തിൽ സഹയാത്രിക്ക് മുന്നിൽ മൂത്രമൊഴിച്ച സംഭവത്തിൽ യാത്രക്കാരനെതിരെ നടപടിക്കൊരുങ്ങി എയർ ഇന്ത്യ. പോലീസിന് പരാതി കൈമാറിയതായി എയർ ഇന്ത്യ വ്യക്തമാക്കി. അതേസമയം എയർ ഇന്ത്യക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് യാത്രക്കാരി നേരത്തെ പരാതിപ്പെട്ടിരുന്നു. സംഭവം നടന്നത് നവംബർ 26-ന് ന്യൂയോർക്ക് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിലാണ്. കോഴിക്കോട് കലോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിശദമായ വാർത്തയുമായി പിന്നാലെ വരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. തിരക്ക് മകരവിളക്ക് പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശബരി സന്നിധാനത്ത് നിന്നും ശശിനാരായണന്റെ റിപ്പോർട്ട് കാണാം.
മകരവിളക്ക് ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാനമായ രീതിയിലുള്ള തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുകൊണ്ട് ഫ്ലൈ ഓവറിലൊക്കെ മണിക്കൂറുകൾ കാത്തു നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുന്നത്. ഇതിൽ ഈ തിരക്ക് കൂടാൻ ഒരു പ്രധാന കാരണമായി പറയുന്നത് ദർശനം കഴിഞ്ഞ തീർത്ഥാടകർ മടങ്ങിപ്പോകാത്ത ഒരു തിരക്കിന് കാരണമായിട്ടുണ്ട്. പലരും മകരവിളക്ക് ദർശനം കഴിഞ്ഞതിന് ശേഷം മടങ്ങിപ്പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് പലരും ഉള്ളത്. പല തീർത്ഥാടകരും സന്നിധാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ തങ്ങുന്നൊരു സ്ഥിതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരക്ക് വർദ്ധിക്കാൻ കാരണം. ഈ തീർത്ഥാടകർ സിവിൽ ദർശനത്തിലൂടെ കൂടുതൽ സമയം ദർശനത്തിനായി എത്തുന്നതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ദിവസവും ശരാശരി ഇപ്പോൾ 1,00,000-ലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നത്. ഈ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ മടങ്ങിപ്പോകാത്താണ് ഈ തിരക്ക് വർദ്ധിക്കാൻ ഒരു കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. മകരവിളക്ക് ദിവസത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും മകരവിളക്ക് ഉത്സവത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാഥമിക അവലോകന യോഗം തുടങ്ങി ഇന്നലെ കളക്ടറേറ്റിൽ ചേരുകയുണ്ടായി. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരാതിയില്ലാത്ത വിധത്തിൽ കുറ്റമില്ലാത്ത രീതിയിൽ മകരവിളക്ക് ഉത്സവം നടത്താനുള്ള ക്രമീകരണമാണ് പോലീസും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. എന്തായാലും മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ വിവിധ സ്ഥലങ്ങളിൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. 18-ാം പടി ചവിട്ടുന്നതിനും വളരെ വേഗത്തിൽ തന്നെ തീർത്ഥാടകരെ കടത്തിവിടുന്നുണ്ട്. ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന തീർത്ഥാടകർക്ക് പെട്ടെന്ന് തന്നെ മലയിറങ്ങാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇന്നലെ തൊട്ട് പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ എണ്ണത്തിലുള്ള വർധനവ് തുടരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ ശബരിമല മകരവിളക്കിന് വലിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് ഏകദേശം കഴിഞ്ഞ കണക്കനുസരിച്ച് 26 ലക്ഷം തീർത്ഥാടകരാണ് മണ്ഡലകാലത്ത് മാത്രം ദർശനത്തിനെത്തിയത്. മകരവിളക്ക് ദർശനത്തിന് 15 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തുമെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഈ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ വലിയൊരു തീർത്ഥാടക പ്രവാഹം തന്നെ സന്നിധാനത്ത് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും തീർത്ഥാടനം ഇല്ലാത്തൊരു സാഹചര്യം കൂടി ആണ് ഈ തിരക്ക് വർദ്ധിക്കാൻ കാരണമായി പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം തന്നെ സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ മലയിറങ്ങാൻ തീർത്ഥാടകർ മടിക്കുന്നതാണ് ഈ വലിയ ഒരു തിരക്കിന് കാരണമായിട്ടുള്ളത്. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുന്നത്. എന്തായാലും സുഗമമായ ഒരു തീർത്ഥാടനം മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കാൻ വേണ്ടി അയ്യപ്പക്തർ സഹകരിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഇന്നലെ കൂടിയ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സന്നിധാനത്ത് വലിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമാണോ ഇല്ലയോ എന്ന് അറിയില്ല. സന്നിധാനത്ത് വിരിവെക്കാനും വിശ്രമിക്കാനുമുള്ള സ്ഥലം വളരെ കുറവാണ്. ചെറിയ കുട്ടികളടക്കമുള്ളവർ വരുമ്പോൾ പോലും അവർക്ക് വെയിൽ കൊള്ളാതെ ഒന്ന് വിരിവെക്കാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ ഉള്ള അവസ്ഥ സന്നിധാനത്ത് ഇപ്പോഴുമില്ല. അതുപോലെ ഏറെ പ്രായമായൊരു കുട്ടികളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത്. മേൽക്കൂരയില്ലാത്ത സന്നിധാനത്തെ വിശ്രമ കേന്ദ്രത്തിലാണ് രാത്രിയും പകലും ഇതര സംസ്ഥാന തീർത്ഥാടകർ ഏറെയും വിശ്രമിക്കുന്നത്. പകൽ സമയത്തെ കനത്ത ചൂടിൽ ഈ ഷെഡുകളുടെ വിശ്രമം ദുരിതപൂർണമാണ്. കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന തീർത്ഥാടകരാണ് விரிவைக்கானும் விசிரமிக்கானும் மார்க்கமில்லாதே புத்திமுட்டுருந்தா சற்று இருந்தால் கொஞ்சம் ஓய்வு எடுத்துகிட்டு போக கொஞ்சம் நல்லா இருக்கும். ஏன்னா நாங்கள் நெய் இதெல்லாம் உடச்சி தேங்காய் சாயம்பாக்க கொஞ்சம் பார்த்துட்டு போக கரெக்டாக இருக்கும். அதனால் சற்று இருந்தால் சின்ன பிள்ளைகள்லாம் வச்சு இல்லைன்னா இப்போ அவசரமாக போக வேண்டிய சூழ்நிலை இருக்குது. കാൽനടയായി എത്തുന്ന തീർത്ഥാടകരാണ് സ്ഥലപരിമിതി മൂലം ഓപ്പൺ വിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡ് നെറ്റുകൾക്ക് പകരം ടിൻ ഷീറ്റുകൾ സ്ഥാപിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാമെന്നിരിക്കെയാണ് தேவசம் போர்டிന്റെ ഈ அவகணனா. இந்த இடத்துல வெயிலுக்கு தகர ஷாப்பு சிமெண்ட் ஷாப் போட்டால் நல்லா இருக்குங்க. வர்ற சாய்மார்களுக்கு உட்காந்து தங்கி போகிறது கொஞ்சம் வசதியாக இருக்கும். മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള തിരക്ക് ഏറിയതോടെ അടിസ്ഥാന സൗകര്യമില്ലായ്മ മൂലമുള്ള ദുരിതം വർദ്ധിക്കുകയാണ്. 100 കണക്കിന് ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ഇത്തരത്തിൽ വിരിവെക്കാൻ സൗകര്യമില്ലാതെ സന്നിധാനത്ത് കഷ്ടപ്പെടുന്നത്. പരിഹാരം കാണേണ്ടത് ദേവസ്വം ബോർഡാണ്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ശിവപ്രസാദിനോടൊപ്പം ശശി നാരായണൻ, ന്യൂസ് 18. ഇനിയപ്പോൾ കലോത്സവത്തിന്റെ മധുര കാഴ്ചകളിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കോഴിക്കോട് ഇന്നലെ കൊടിയേറിയ കൗമാര കലോത്സവം 2ാം ദിനത്തിലും
വലിയ ആവേശത്തിൽ, വലിയ ആഘോഷത്തിൽ തന്നെ തുടരുകയാണ്. അവിടെ നിന്നും സുവി വിശ്വനാഥാണ് ചേരുന്നത്. സുവിയുടെക്കൊപ്പം ഒപ്പന കലാകാരികളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. എന്താണ് സുവി നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിശേഷങ്ങൾ? കോഴിക്കോട് കലോത്സവം അതിന്റെ ആവേശത്തിലേക്ക് കൂടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശമാണ് കോഴിക്കോട്ട്. നട്ടുച്ചയാണെങ്കിലും നിറഞ്ഞ സദസ്സാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാന വേദിയിൽ ഇനി നടക്കാൻ പോകുന്നത് ഒപ്പന മത്സരമാണ്. രാവിലെ നടന്നത് ആൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്ത മത്സരമായിരുന്നു. ഏതായാലും കാണികൾ കൂടി വരുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ ജില്ലകൾ തമ്മിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നു. ഇപ്പോഴും കണ്ണൂർ തന്നെ ആധിപത്യം തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. 250 പോയിന്റാണ് കണ്ണൂരിനുള്ള. ആതിഥേയരായ കോഴിക്കോടും തൊട്ടുപുറകിലുണ്ട് 248 പോയിന്റുമായി. പാലക്കാട് 243, അതുപോലെ തൃശൂർ 241, കൊല്ലം 239. ഓരോ പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ജില്ലകൾ തമ്മിലുള്ളൂ. വാശിയേറിയ മത്സരമാണ്. 2ാം ദിനമാണ് നടക്കുന്നത്. ഏതായാലും കാണികൾക്ക് കൗതുകമുണർത്തുന്ന ആകർഷിക്കുന്ന ഇനങ്ങളിലാക്കിയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഏതായാലും നമ്മോടൊപ്പം ഒരു ഒപ്പന സംഘമുണ്ട്. ആ ഒപ്പന സംഘത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്. ഹൈസ്കൂൾ വിഭാഗമാണ്. ഏതായാലും ഏത് സ്കൂളിലാണ് എന്ന് മറ്റും മാഷ് നമ്മളോട് പറയും. ഏത് സ്കൂളിലാണ് വരുന്നത്? KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂള്, കടുവാപ്പള്ളി, ട്രിവാൻഡ്രം. ഏത് പാട്ടാ ചെയ്യുന്നത്? ഷെറഫു നിറൈന്ത എന്ന് തുടങ്ങുന്ന വരികളാണ് ചെയ്യുന്നത്. പോസിറ്റീവായി തന്നെയല്ലേ കാണുന്നത്? സമ്മാനം അടിക്കില്ലേ? കാരണം എന്ന് വെച്ചാൽ ഞങ്ങള് ജില്ലയിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. 1ാം സ്ഥാനം കിട്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങളെ മെയിൻ സിംഗർ എന്ന് പറഞ്ഞാൽ അവിടെ മാപ്പിളപ്പാട്ട് ഫസ്റ്റ് ആണ്, ഗസൽ ഫസ്റ്റ് ആണ്. അതുപോലെ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ 2-3 ഐറ്റത്തിൽ ആ മോള് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കിട്ടിയിട്ട് ആളാണ് ലീഡിങ് സിംഗർ അമ്ന. ഇവര് അതിന്റെ കോറസ് പാടുന്ന കുട്ടിയാണ്. മെയിൻ പാടുന്ന കുട്ടി ഇപ്പം ഗസല് കോമ്പറ്റീഷന് പോയിരിക്കുന്നു. ഏതായാലും വലിയ ആവേശത്തിലാണ് കുട്ടികളുള്ളത്. നമുക്ക് വേണ്ടി ഏതാനും ചുവടുകൾ ഇവർ വെച്ചു തരാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഒപ്പന മത്സരം. ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒപ്പന ചെറുതായി ഒന്ന് അവതരിപ്പിക്കാം എന്നിവർ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും അല്ലേ, പാടി തുടങ്ങ. പാടി തുടങ്ങ. 3, 4 കുലർവല്ലി മണിമക്കത്തകിലമിൽ മഹിമയിൽ രസത്തിടത്തരുൾ കണിയേ തിരുഹക്കിൻ മണിമുത്തിൻ മലർക്കനി കേകിടും മലരിമ്പ് തണലൊളിയേ തണലേകി തശുകിടൻ തന്നിമുത്തിൻ മഹിഷത്തിൽ ഒളിയേകി കതിജബി വന്നിടലായി ദുനിയാവും മഹറത്തും ഒരുമിത്ത് അക്ഷഗുണം ഗുണമത്തം മധുമഹിയായി മധുരപ്പൻ വചനങ്ങൾ വിതറിടെ ഹബീബുള്ള കതിഗുണം വിതറിടം വന്നവരേ മസുരത്തും റഹ്മത്തും ഹായത്തതിൽ ഹിതമത്തും നിറച്ചിടം പൊന്മലരേ പൊന്മലർ ഹബീബുള്ള കിരുലോക സൗജത്തേക്ക് ഇറയവനൊരുക്കിയ പൊൻതളിരേ ഒലിമകൾ പുകത്തിടാൻ പുതുമങ്ക പുണർന്നൊരു പുളകത്തിൻ കിസയോതി ഹൈറതിലേ. ഏതായാലും ഒപ്പന മത്സരം 2:30-ക്കാണ് ആരംഭിക്കുക. ഈ കുട്ടികൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്. ഹൈസ്കൂൾ വിഭാഗമാണ്. പോസിറ്റീവായി തന്നെയല്ലേ കാണുന്നത്? ജയിച്ചു പോവില്ലേ? 1ാം സ്ഥാനം കിട്ടില്ലേ? കിട്ടും. ആണോ? മറ്റേതെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നോ? ഉറുദു ഗ്രൂപ്പ് സോങ്ങിന് പങ്കെടുത്തിരുന്നു. ആണോ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ടൈറ്റ് ആയിരുന്നു. സെക്കൻഡ് എ ഗ്രേഡ്. ഈ ഒപ്പന മത്സരം എന്ന് പറയുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതറിയോ? എന്തൊക്കെയാണ്? കല്യാണം പോലെയാണ്. നാണം, കളി, പാട്ട് ഒക്കെ, പാട്ട് എല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്. ഒരാളും ഇമ്പോർട്ടൻസ് തന്നെ കളിയിലുണ്ട്. സന്തോഷമാണപ്പോ. ഏതായാലും ഒരു കല്യാണ വീട്ടിലേത് പോലെ തന്നെയാണ്. നിറയെ അണിഞ്ഞൊരുങ്ങിയ ഒപ്പന നാരിമാരാണ്. അല്പസമയത്തിനകം തന്നെ ഇവരുടെ മത്സരം തുടങ്ങുകയാണ്. ഏതായാലും പകുതി മാത്രം മേക്കപ്പ് ഇട്ടതാണെങ്കിലും നമുക്ക് വേണ്ടി അവതരിപ്പിക്കുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ ഇവർ അരങ്ങിലേക്ക് പോവുകയാണ്. കിരൺ, എന്തായാലും സുബിയും അവിടെ നിന്നുള്ള മറ്റ് കലോത്സവ വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. കോഴിക്കോടിന്റെ സായാഹ്നങ്ങൾക്ക് ഗസലിന്റെ ഈണമുണ്ട്. മെഹ്ഫീലിന്റെ ഒഴുകിയിറങ്ങുന്നതായിരുന്നു കലോത്സവ കാഴ്ചകളിലെ ഗസൽ ആലാപനം. ആ റിപ്പോർട്ട് കാണാം. ബാബുരാജിന്റെ നഗരമാണ് കോഴിക്കോട്. മുഹമ്മദ് റഫിയും ഗുലാം അലിയും പങ്കജുദാസുമൊക്കെ പാടി നടന്ന നഗരം.
കലോത്സവ നഗരിയെ ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോയ ഇനമായിരുന്നു ഗസൽ. സൂഫി സംഗീതവും ഗസലും പെയ്തിറങ്ങിയ എത്രയെത്ര രാത്രികളെക്കുറിച്ച് കോഴിക്കോടിന് പറയാനുണ്ട്. മഹ്ഫിലുകൾ ഒഴുകിപ്പരന്നതാണ് ഈ നഗരവീഥികൾ. കൗമാര കലാമേളയിലെ മധുരമനോഹരമായ ഈണം മാനാഞ്ചിറയും മിഠായി തെരുവും ബീച്ചും കടന്ന് ഒഴുകിപ്പരന്നു. ചരിത്ര നഗരത്തിന്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും ഗസലുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട്. പുതിയ തലമുറയിലെ പാട്ടുകാരെ കൂടി നഗരം നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് കലോത്സവ നഗരി സമ്മാനിച്ചത്. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 61 മൺചിത്രങ്ങൾ കൊണ്ട് ചരിത്രം തീർക്കുകയാണ് കോഴിക്കോട്ടെ ചിത്രകലാ അധ്യാപകർ. 61 മീറ്റർ നീളമുള്ള ക്യാൻവാസിൽ 61 അധ്യാപകർ ചേർന്നാണ് 61 മൺചിത്രങ്ങൾ വരച്ചത്. സംസ്ഥാനത്ത് കലോത്സവ നഗരിയിൽ ആദ്യമായി വരയ്ക്കുന്ന മൺചിത്രങ്ങൾ എന്ന വലിയ നേട്ടത്തിനൊപ്പം ഗിന്നസ് റെക്കോർഡ് കൂടി ലക്ഷ്യമിട്ടാണ് അധ്യാപകരുടെ ഈ ചിത്രരചന. നിലവിൽ 8 മീറ്റർ മൺചിത്രത്തിനാണ് ഗിന്നസ് റെക്കോർഡ്. 2 മണിക്കൂർ കൊണ്ടാണ് ചിത്രരചന പൂർത്തിയാക്കിയത്. ഞങ്ങളുടെ ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടി മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. മിമിക്രി മത്സരം നടക്കുകയാണ്. ഏറെ കാണികൾ ആവേശത്തോടെ കാഴ്ചക്കാരായുള്ള ഒരു മത്സരം കൂടിയാണ് അതിന്റെ തത്സമയ സംപ്രേഷണത്തിൽ. എന്തായാലും അതിലെ മത്സരത്തിൽ ചെറിയ സാങ്കേതിക തടസ്സം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് അത്തരം മത്സരങ്ങളിലേക്ക് തന്നെ വരാം. മിമിക്രി ആയതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് പ്രേക്ഷകർ കൂടി താല്പര്യം പ്രമാണിച്ചാണ് അത് കാണിക്കാൻ കൊടുത്തത്. മറ്റൊരു വാർത്തയിലേക്ക്, കാണികളുടെ മനം കവർന്ന ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്ത മത്സരം. പുരാണ കഥകളുടെ ചുവട് പിടിച്ചുള്ള നൃത്തരൂപങ്ങളായിരുന്നു കൂടുതലും വന്നത്. എന്നാൽ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളും ചില ടീമുകൾ അരങ്ങിലെത്തിച്ചു. വർണ്ണാഭമായ മത്സരം കാണാൻ പ്രധാന വേദിയിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. മിന്നിത്തിളങ്ങുന്ന വേഷങ്ങളും ചടുല താളങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തവേദിയെ മിഴിവുറ്റതാക്കി. രാമായണവും മഹാഭാരത കഥകളുമായിരുന്നു മിക്ക ടീമുകളും അരങ്ങിലെത്തിച്ചത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനും മുരുകനും രാവണനും വേദിയിൽ നിറഞ്ഞാടി.
പെൺമക്കളുടെ സുരക്ഷയെ ആകുലതയോടെ അവതരിപ്പിച്ചവർക്ക് സദസ്സിന്റെ നിറഞ്ഞ കയ്യടി. പ്രധാന വേദിയിൽ മത്സരം കാണാൻ നിരവധി പേരാണ് രാത്രി വൈകിയും കാത്തുനിന്നത്. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. എന്തായാലും പ്രധാന വേദിയായ വേദി 1-ൽ ഭരതനാട്യം മത്സരം നടക്കുകയാണ്. നമുക്കത് കണ്ടുവരാം. Powered by GTech Computer Education. SAP S/4HANA DIFA Tally അംഗീകൃത കോഴ്സുകൾ GTech-ലൂടെ. കലോത്സവത്തിന്റെ മനോഹരവും രസകരവുമായ ദൃശ്യങ്ങൾ ഇനിയും ഏറെ വരാനുണ്ട്. തൽക്കാലം ഒരു ചെറിയ ഇടവേളയിലേക്ക്. DMK നേതാവ് കനിമൊഴി MLA ഇന്ന് ഞങ്ങളുടെ ലേഖകൻ MS അനീഷ് കുമാറിന് അനുവദിച്ച അഭിമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാത്ത സംസ്ഥാന സർക്കാരുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവർണർമാരെ ആയുധമാക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ 2024-ൽ BJP ഇതര സർക്കാർ കേന്ദ്രത്തിൽ നിലവിൽ വരും എന്നുള്ള ആത്മവിശ്വാസം കൂടി അവർ പ്രകടിപ്പിക്കുന്നു. അവരുടെ വാക്കുകളിലേക്ക്. സ്പീക്കറെ തെരഞ്ഞെടുക്കാനാകാതെ അമേരിക്കൻ ജനപ്രതിനിധി സഭ ഭൂരിപക്ഷം നേടിയ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ ഭിന്നതയാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. വെനസ്വേലയിൽ മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. വെനസ്വേലയിൽ മറുദു സർക്കാരിനെ അംഗീകരിക്കില്ലെന്ന് അമേരിക്കയുമായി രാഷ്ട്രീയ നയതന്ത്ര ബന്ധത്തിന് തടസ്സമില്ലെന്ന് മദുറോ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അമേരിക്കൻ നിലപാട്. ഇസ്രയേൽ പലസ്തീൻ ബന്ധം വീണ്ടും വഷളാകുന്നു. ഇസ്രയേലിലെ പുതിയ ആഭ്യന്തര സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻ ഗിവിർ അൽ അക്സ പള്ളിക്ക് സമീപം സന്ദർശനം നടത്തിയതോടെയാണ് പലസ്തീൻ കടുത്ത പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ 7ാമത് പക്ഷി സർവേ പൂർത്തിയായി. 3 ദിവസങ്ങളിലായി നടന്ന സർവേയിൽ 141 ഇനം പക്ഷികളെയാണ് കണ്ടെത്തിയത്. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കാട്ടുകാലൻ കോഴി, ചെങ്കുയിൽ, അസുരക്കാടൻ, മീൻകൊത്തിച്ചാത്തൻ, കാട്ടുരാച്ചുക്ക്, ചാരപ്പൂട്ടൻ തുടങ്ങി 17 ഇനം പക്ഷികളെയാണ് സർവേയിൽ പുതിയതായി കണ്ടെത്തിയത്. ഡിസംബർ 27 മുതൽ 29 വരെ നടന്ന സർവേയിൽ 30ഓളം പക്ഷി നിരീക്ഷകരും വനം വകുപ്പ് ജീവനക്കാരും പങ്കെടുത്തു. കാട്ടിനുള്ളിൽ 7 ക്യാമ്പുകളിലായി താമസിച്ചാണ് പക്ഷി നിരീക്ഷണം നടത്തിയത്. ചെറുതേൻകിളി, മഞ്ഞച്ചിന്നൻ, കരിമ്പൻ കാട്ടുബുൾബുൾ, വെള്ളക്കണ്ണിക്കുരുവി, ഇന്ത്യൻ ശരപക്ഷി എന്നിവയാണ് സർവേയിൽ കൂടുതൽ രേഖപ്പെടുത്തിയത്. ഇതിനു മുൻപ് 2014-ലാണ് സർവേ നടന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് കേരള നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് സർവേ സംഘടിപ്പിച്ചത്. ന്യൂസ് 18 പാലക്കാട്.